നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മരുന്നും മരണവും പലപ്പോഴും ധാരാളം രോഗികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്. സാറേ, മരുന്ന് നിർത്തി കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് മരുന്ന് നിർത്താൻ കഴിയില്ല. അക്യുപഞ്ചർ ചികിത്സ ഞങ്ങൾക്ക് എന്തായാലും വേണം. മരുന്ന് ഞങ്ങൾ എന്തായാലും ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരുപാട് രോഗികൾ നമ്മളെ വന്ന് കാണാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്യുപഞ്ചർ എന്ന് പറയുന്നത് മരുന്നില്ലാത്ത ചികിത്സയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. മറ്റ് പല ചികിത്സകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ധാരാളം ചികിത്സകളുണ്ട്. മരുന്നുള്ള ചികിത്സകളുണ്ട്, മരുന്നില്ലാത്ത ചികിത്സകളുണ്ട്. അപ്പോൾ ഏത് ചികിത്സ സ്വീകരിക്കണം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു താല്പര്യം, ഒരു ഇഷ്ടം അത് രോഗിയിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അത് നമുക്ക് യാതൊരു തരത്തിലുള്ള കൈകടത്തലുകൾക്കോ അഭിപ്രായങ്ങൾക്കോ കഴിയില്ല. കാരണം അവരുടെ താല്പര്യമാണ് എൻ്റെ അസുഖം മാറണം, അത് മരുന്ന് കഴിച്ച് തന്നെ മാറണം, അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറണം, മരുന്ന് കഴിക്കാതെ എനിക്ക് മാറണം, മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇത്തരം ചിന്തകൾ, താല്പര്യങ്ങൾ ഓരോ രോഗിയിലുമാണ് ഉണ്ടാവേണ്ടത്. ഒരു ചികിത്സകൻ എന്ന നിലയിൽ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്, പ്രത്യേകിച്ച് മരുന്നില്ലാത്ത സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ പോലെയുള്ള മഹത്തായ വർഷങ്ങളുടെ 5000-ഓളം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ചികിത്സ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമ്മൾ ഈ രാസമരുന്നുകൾ കഴിച്ച് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും നശിപ്പിച്ച് വീണ്ടും വീണ്ടും രോഗിയായി മരണം വരെയും മരുന്നും കഴിച്ച് അവസാനം യാതൊരു തരത്തിലുള്ള രക്ഷയുമില്ലാതെ മരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ എത്തിക്കുകയാണ് ഈ മരുന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മരുന്ന് കഴിക്കുന്ന എല്ലാ രോഗികളായിട്ടുള്ള ആരോഗ്യകരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളോട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, മരുന്നില്ലാത്ത സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകളിൽ നിന്ന് ഒഴിഞ്ഞ് മരുന്ന് കഴിക്കാൻ താല്പര്യമില്ലാതെ അസുഖങ്ങൾ മാറണം, രോഗങ്ങൾ മാറണം, ആരോഗ്യത്തോടു കൂടി ജീവിക്കണം, മക്കളുടെ കൂടെ, മരുമക്കളുടെ കൂടെ, കൊച്ചുമക്കളുടെ കൂടെ ഒരുപാട് യാത്രകൾ നടത്തണം, ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കണം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം, വെജും നോൺ വെജും മധുരമുള്ളതും എല്ലാ രുചികളും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കണം. ഇത്തരം ആഗ്രഹമുള്ള എല്ലാ ആളുകൾക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ചികിത്സ തന്നെയാണ് സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സ. പിന്നെ മരണം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് മനുഷ്യന്റെ കരങ്ങളിലല്ല. അതിപ്പോ അലോപ്പതി മരുന്ന് കഴിച്ചാലും ആയുർവേദം കഴിച്ചാലും ഹോമിയോ കഴിച്ചാലും ഇനി അക്യുപഞ്ചറിലൂടെ മരുന്ന് കഴിക്കാതെ ജീവിച്ചാലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോവേണ്ട ഒരു സമയം അത് പ്രകൃതിക്ക് അറിയാമോ, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് അറിയാൻ പാടുള്ളൂ. ആ ഒരു തിരിച്ചറിവ്, ആ ഒരു അറിവ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആത്മാവിന് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയം അത് നമ്മളെ വിട്ടുപോകും. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് സംഭവിക്കാം. അതിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ ഒരു കാലത്തും മരിക്കില്ല എന്നും മരുന്ന് കഴിക്കാത്ത ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകും എന്നുള്ള ഒരു അർത്ഥമൊന്നും അതിനകത്തില്ല. മരുന്ന് കഴിച്ചാലും മരിക്കും, മരുന്ന് കഴിച്ചില്ലെങ്കിലും മരിക്കും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടു കൂടി, അന്തസ്സോടു കൂടി, അഭിമാനത്തോടു കൂടി നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്താതെ, അല്ലെങ്കിൽ സമ്പത്തിന് ചൂഷണം ചെയ്യപ്പെടാൻ അനുവദിക്കാതെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും സന്തോഷവും സമാധാനവും അതോടൊപ്പം ആസ്വദിച്ച് ജീവിക്കാൻ, അങ്ങനെ നമ്മുടെ സമയമാകുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന്, നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് വിട പറയാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചികിത്സ തന്നെയാണ് സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സ. അപ്പോൾ എല്ലാ ആളുകൾക്കും മരുന്നില്ലാത്ത ആരോഗ്യമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനലിലുള്ള എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമ്മുടെ മുൻകാലങ്ങളിലുള്ള എല്ലാ വീഡിയോകളും കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോകൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.